ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കംപ്ലീറ്റ്ലി വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള 2 ജോബ് ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്താനാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ടോപ്പ് ക്ലാസ് പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. അതായത് പാരലൽ ഡൗട്ട്സ് ആണ് നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ പേര്. ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറൌണ്ട് 19+ കൺട്രീസിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കമ്പനീസ് ഒക്കെ ഇവരെ മീറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ സർവീസസിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവര് വർക്ക് വരുന്നത് എന്താ വെച്ചാൽ ഡാറ്റ ടാഗിങ്, ഡാറ്റ അനോട്ടേഷൻ, അങ്ങനത്തെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ്. എന്താന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇവർക്ക് വരുന്ന ക്ലയൻസ് എന്ന് പറഞ്ഞാൽ FMCG കമ്പനീസ് ആണ് ഇവർക്ക് മെയിൻ ആയിട്ട് വരുന്നത്. അതായത് പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കമ്പനീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു കമ്പനീസ് ആണ് ഇവർ മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ട വർക്ക് എന്താ വെച്ചാൽ ഡാറ്റ അനോട്ടേഷൻ, ഡാറ്റ ടാഗിങ് വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. അതായത് നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ സപ്പോസ് ഒരു ഫ്രൂട്ട്സിന്റെ ഇമേജസ് ഉണ്ട്. അപ്പൊ അതിൽ പലതരത്തിലുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാണ്. ഓക്കെ, നിങ്ങൾക്ക് പ്രൊഡക്ട്സ് ആയിട്ട് നിങ്ങൾ മനസ്സിൽ കാണാം. അതായത് ഇപ്പം ആപ്പിളിന്റെ മാത്രം ഒരു സെക്ഷൻ വേണം, ഓറഞ്ചസിന്റെ മാത്രം സെക്ഷൻ വേണം. അതായത് നമ്മൾ കളക്റ്റീവ് ആയിട്ട് നമുക്കൊരു ഡാറ്റ തരും. ആ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം? കാറ്റഗറൈസ് ചെയ്തിട്ട് ഓരോ സെക്ഷനിലാക്കി വെക്കണം. അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ജോബ് കാര്യങ്ങളൊക്കെ വരുന്നത്. അത് ഇമേജ് മാത്രമല്ല, ഇമേജ് ഉണ്ടാവും, ടെക്സ്റ്റ് ഉണ്ടാവും, വീഡിയോസ് ഉണ്ടാവും, ഓഡിയോ ഫയൽസ് ഉണ്ടാവും. ഇത്തരം ഫയൽസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ജോബും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ജോബ് ആർക്കും ചെയ്യാവുന്നതാണ്. ഇവിടെ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും മാറ്റർ അല്ല. അതായത് ഞാൻ ഫസ്റ്റ് പറയുന്ന ജോബ് ഓപ്പർച്യൂണിറ്റിക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും മാറ്റർ അല്ല, ആർക്കും അപേക്ഷിക്കാവുന്നതാണ്. കംപ്ലീറ്റ്ലി വർക്ക് ഫ്രം ഹോം ജോബാണ്. ഓക്കെ, അപ്പൊ അതിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, എങ്ങനെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം, എന്തൊക്കെയായിരിക്കും നമ്മളെ റെസ്പോൺസിബിലിറ്റി, എന്തൊക്കെയാണ് നമ്മളെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളാം. കാരണം ഇത്തരത്തിലുള്ള ഏർണിംഗ് പ്ലാറ്റ്ഫോംസ്, ഫ്രീലാൻസിങ് സ്കില്ല്, ഓൺലൈൻ ജോബ്സിനെ പറ്റിയിട്ടൊക്കെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഗൈസ്, ആദ്യം നമുക്ക് ആ ഒരു വെബ്സൈറ്റിനെ പറ്റി നോക്കി നോക്കാം. പാരലൽ ഡോട്ട്സ് എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കഴിഞ്ഞാൽ ത്രൂ ഇമേജ് റെക്കഗ്നൈസേഷൻ പാരലൽ ഡോട്ട്സ് ഈ ട്രാൻസ്ഫറിംഗ് ദ CPG ആൻഡ് റീറ്റെയിൽ ഇൻഡസ്ട്രി ഓപ്പറേഷൻ ഇൻ ബ്രിക്ക് ആൻഡ് മോർട്ടാർ സ്റ്റോർസ്. ഓക്കെ, അതായത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഡാറ്റാസ് കാര്യങ്ങളൊക്കെ. ഞാൻ നേരത്തെ എക്സാമ്പിൾ എടുത്ത് പറഞ്ഞ ഓറഞ്ചസിന്റെ കേസിലാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരു ഇ-കൊമേഴ്സ് സ്റ്റോർ എടുത്ത് നോക്കിക്കോ, അതിൽ നമുക്കറിയാം ഡ്രസ്സസ്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡ്രസ്സസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഡ്രസ്സസ് ഒക്കെ ഗേൾസ് കാറ്റഗറി, ബോയ്സ് കാറ്റഗറി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഏതൊക്കെയാണ് ബോയ്സിന്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ ജോബായിട്ട് കയറുന്നത്. ഓക്കെ, അപ്പൊ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഇ-കൊമേഴ്സ് സ്റ്റോർസ് കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ ക്ലയൻസിനെ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കമ്പനീനെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ട് അറിയണമെങ്കിൽ നമുക്ക് ഇതൊക്കെ വായിച്ചു നോക്കാവുന്നതാണ്. അവർ കോർ വാല്യൂ എന്ന് പറഞ്ഞിട്ട് അവർ വിഷൻ, ഫോക്കസ്, എക്സ്പെർട്ടീസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് കമ്പനീനെ പറ്റി പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഇനി നേരെ നമ്മുടെ ജോബ് ആപ്ലിക്കേഷനെ പറ്റി നോക്കാം. എന്തൊക്കെയായിരിക്കും നമ്മുടെ റെസ്പോൺസിബിലിറ്റി, എന്തൊക്കെയാണ് നമ്മളെ റോൾസ്, എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പൊ ഗൈസ്, നമ്മളെ ഫസ്റ്റ് ജോബ് റോൾ വരുന്നത് ഡാറ്റ ടാഗിങ് എക്സിക്യൂട്ടീവ്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ ജോബ് തന്നെയാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിമോട്ട് ജോബാണ്. അതായത് കംപ്ലീറ്റ്ലി വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള ഒരു ജോബാണ്. എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ 0 to 1 year. അതൊക്കെ കംപ്ലീറ്റ്ലി ഫ്രഷേഴ്സിന് വരെ അപ്ലൈ ചെയ്യാൻ പറ്റിയുള്ള ഒരു അടിപൊളി ജോബാണ്. ഓക്കെ, നമ്മൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി അവർ കൊടുത്തിട്ടുണ്ട്. എഫക്റ്റീവ് ഡെലിവറിംഗ് 100% ആക്യുറസി ഓഫ് ദ വർക്ക് പ്രോസസ്ഡ് ഡാറ്റ ഷുഡ് ബി 100% ആക്യുറേറ്റ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന കാര്യമൊക്കെ കറക്റ്റ് ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം. അതായത് ഇപ്പൊ ചിൽഡ്രൻസിന്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറിയിൽ അത് മാത്രമേ പാടുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് ടാഗ് ചെയ്യാൻ പറ്റണം. നമ്മൾ താഴെ നോക്കി കഴിഞ്ഞാൽ അച്ചീവ് ദ ടാർഗറ്റ് ടു ഡെലിവർ ആൻഡ് മീറ്റ് ദ റിക്വയർഡ് SLA ഓഫ് ദ പ്രൊജക്ട്. അതായത് നമ്മൾ ടാർഗറ്റ് കാര്യങ്ങൾ, അതായത് ഒരു പ്രൊജക്ട് നമുക്ക് തന്നു കഴിഞ്ഞാൽ വിത്തിൻ ടൈം ലിമിറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. പിന്നെ റെസ്പോൺസിബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി വിത്ത് ദ ടീം ലീഡ്സ് ആസ് ആൻഡ് വെൻ റിക്വയർഡ് ടു. അതായത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. അതായത് ടീം നമുക്ക് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാരുണ്ട്, കോർഡിനേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവരുമായിട്ട് എപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേറ്റഡ് ആയിരിക്കണം. ഇനി നമ്മൾ താഴെ നോക്കി കഴിഞ്ഞാൽ diligence and sincerity, meet the clients deliverables on time without fail will be the ഇമ്പോർട്ടൻറ്റ് ക്വാളിഫയർ. ഓക്കെ, അതായത് ക്ലയൻസിന്റെ നീഡ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അവരുടെ ആഗ്രഹം അനുസരിച്ച് അപ്പൊ തന്നെ തീർത്തു കൊടുക്കണം. ഓക്കെ, പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഓണർഷിപ്പ് ആൻഡ് അക്കൗണ്ടബിലിറ്റി, കാൻഡിഡേറ്റ് ടേക്ക് അക്കൗണ്ടബിലിറ്റി ഫോർ ദ ക്വാളിറ്റി ആൻഡ് സക്സസ് ഓഫ് ബോത്ത് ദ ഔട്ട്പുട്ട് ആൻഡ് ഔട്ട്കംസ് ഓഫ് ദ വർക്ക്. നമ്മളെ വർക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ക്വാളിറ്റി ആയിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. പിന്നെ മിനിമം ക്വാളിഫിക്കേഷൻ റിക്വയർഡ്. നമുക്ക് ക്വാളിഫിക്കേഷൻ പോയി എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ ആണ് ഈ ഒരു ജോബിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടതെന്ന്. ഓക്കെ, സ്കിൽസ് റിക്വയർഡ് മാൻഡേറ്ററിലി പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഷുഡ് ബി എ ഗ്രാജുവേറ്റ് ഓർ അപ്പിയറിംഗ് ഗ്രാജുവേറ്റ്. അതായത് നിങ്ങൾ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞതാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്റ്റുഡന്റ് ആയിരിക്കും, അതായത് ഒരു കോളേജ് സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് ഇതിൽ വർക്ക് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ബേസിക് നോളജ്
ഓഫ് കമ്പ്യൂട്ടറിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയണം. പിന്നെ ബേസിക് നോളജ് ഓഫ് വർക്കിംഗ് ഓൺ എക്സൽ, പവർ പോയിന്റ്, ഗൂഗിൾ ഷീറ്റ്, ഗൂഗിൾ സ്ലൈഡ്. ഓക്കെ, നമ്മൾ ചെറുപ്പം മുതൽ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഗൂഗിൾ എക്സൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക്, പവർ പോയിന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. പിന്നെ കഴിഞ്ഞാൽ അഡാപ്റ്റബിൾ നാച്ചർ, വില്ലിംഗ്നെസ് ആൻഡ് എബിലിറ്റി ടു ഡെലിവർ ആസ് പെർ ദ ഷിഫ്റ്റിംഗ് റിക്വയർമെന്റ് ഓഫ് അവർ ക്ലയൻസ്. ഓക്കെ, അഡാപ്റ്റബിൾ നാച്ചർ വേണം. കാരണം നമുക്കൊരു ക്ലയന്റ് ഒരു വർക്ക് തന്നു കഴിഞ്ഞാൽ ആ വർക്ക് ചേഞ്ചസ് എപ്പോൾ വേണമെങ്കിലും വരാം. സപ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്തെങ്കിലും ആവശ്യം, അതായത് എക്സ്ട്രാ എന്തെങ്കിലും കാറ്റഗറി ആഡ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മൾ അത് ചെയ്തു കൊടുക്കേണ്ട ഒരു ആവശ്യകത ഉണ്ട്. അപ്പം അഡാപ്റ്റബിൾ നാച്ചർ വേണം. ഓക്കെ, ഇനി നമുക്ക് വേണ്ട കുറച്ച് റിക്വയർമെന്റ്, അതായത് എക്യുപ്മെന്റ്സ് പരമായിട്ട് നമുക്ക് വേണ്ട കുറച്ച് റിക്വയർമെന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു ലാപ്ടോപ്പ് വേണം, മിനിമം ഒരു ലാപ്ടോപ്പ് വേണം. പ്രൊസസർ i3 പ്രൊസസർ ആണ്. റാം എന്ന് പറഞ്ഞാൽ മിനിമം 4GB റാമെങ്കിലും വേണം. പിന്നെ ഇലക്ട്രിസിറ്റി ബാക്കപ്പ്, ഇന്റർനെറ്റ് കണക്ഷൻ 20 MB/s അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയിൽ വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം ഓരോ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട, കംപ്ലീറ്റ്ലി റിമോട്ട് ആയിട്ടുള്ള ഒരു ജോബാണ്. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ഓൺ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഇനി ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് അപ്ലൈ ടു ജോബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ ഇവിടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കാണാം. സിമ്പിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ആണ്. വേറെ ഒരു കാര്യമില്ല, ജസ്റ്റ് നിങ്ങളെ ഫുൾ നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ ID, ഫോൺ നമ്പർ കാര്യങ്ങൾ അടിക്കുക. പിന്നെ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെന്താ കൊടുക്കുക, എന്തായിരുന്നു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ, പിന്നെ അതിന്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ്, എൻഡിങ് ഡേറ്റ്, എന്നാണ് നമ്മൾ ആ ഒരു ജോലി അവസാനിപ്പിച്ചത് എന്നാ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് അപ്ലോഡ് റെസ്യൂം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു റെസ്യൂമി നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഈ ഒരു ജോബിന് അപ്ലിക്കബിൾ ആയ രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യണം, റെസ്യൂം ക്രിയേറ്റ് ചെയ്യാൻ. അതായത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യത്തിൽ സ്കില്ലോ കഴിവോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു റെസ്യൂമിൽ ഷോക്കേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യുക, റെസ്യൂം ക്രിയേറ്റ് ചെയ്യാൻ. അത് നിങ്ങൾക്ക് ChatGPT പോയിട്ട് നിങ്ങൾക്ക് ആ ജോബ് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്നതാണല്ലോ. ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് നിങ്ങൾ ക്യാൻവയിൽ കൊണ്ടുപോയിട്ടിട്ട് അവിടുന്ന് എഡിറ്റ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് കാണാൻ നല്ലൊരു ഭംഗി രീതിക്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും റെസ്യൂമിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഒരു എക്സ്ട്രാ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. കുറെ പേര് ചോദിക്കുന്നുണ്ട്, എക്സ്ട്രാ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു റെസ്യൂമ് കൊണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. സിമ്പിൾ ആയിട്ട് കാര്യം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ജോബാണ്. അപ്പൊ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ജോബ് നോക്കി നോക്കാം. 2 ജോബ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ആയിട്ട് കിട്ടുന്നുണ്ട്, കംപ്ലീറ്റ്ലി വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള. അപ്പൊ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പൊ ഗൈസ്, നമ്മളെ രണ്ടാമത്തെ ജോബ് വരുന്നത് പ്രൊജക്ട് കോർഡിനേറ്റർ ആയിട്ടാണ്. സിമ്പിൾ ആയിട്ടുള്ള ജോബാണ്, ഫുൾ ടൈം ആണ്, റിമോട്ട് ആണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് 1 year എങ്കിലും എക്സ്പീരിയൻസ് വേണം ഏതെങ്കിലും ഒരു കമ്പനീസിൽ ഇതുപോലെ മാനേജറോ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണ്, അത് അവർ ആദ്യം തന്നെ പറയുന്നുണ്ട്. ഇനി നമ്മൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ജോബാണ്, നിങ്ങൾക്ക് നല്ല രീതിക്ക് പേയ്മെന്റ് കിട്ടാവുന്ന ഒരു ജോബാണ്. എക്സ്പെക്റ്റഡ് സാലറി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറൌണ്ട് 20,000+ നിങ്ങൾക്ക് എന്തായാലും എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ, നിങ്ങളെ ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലൊക്കെ നിങ്ങൾക്ക് എളുപ്പം കിട്ടാവുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ജോബ് റോളിനെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കി നോക്കാം. ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ദ റോൾ ഈസ് എ പാർട്ട് ഓഫ് അവർ കസ്റ്റമർ സക്സസ് ടീം. കസ്റ്റമർ സക്സസ് ഈസ് ദ സെൻട്രൽ ടു ദ കമ്പനീസ് ഗ്രോത്ത് പ്ലാൻസ് ആൻഡ്, അതായത് കസ്റ്റമർ സപ്പോർട്ടാണ് നമ്മളിവിടെ മെയിൻ ആയിട്ട് ചെയ്യേണ്ടി വരിക. കസ്റ്റമറിന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കേട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. യു വിൽ ബി എക്സിക്യൂട്ട് ആൻഡ് എൻഡ് ടു എൻഡ് ഓൺബോർഡിംഗ് ഓഫ് ദ ക്ലയന്റ് ഓൺ പാരലൽ ഡോക്സ്. അതായത് ആ ഒരു പാരലൽ ഡോക്സ് പ്ലാറ്റ്ഫോമിൽ വരുന്ന ക്ലയൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. യു വിൽ ബി എക്സിക്യൂട്ട് ഓഫ് ആൾ ദ ചാർജ് മാനേജ്മെന്റ് റിക്വസ്റ്റ് ഫ്രം ദ ക്ലയൻസ്. അതായത് ക്ലയൻസ് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ മാനേജ് ചെയ്തിട്ട്, അതായത് ഇപ്പോൾ അവർ വർക്ക് കൊടുത്തിട്ടുണ്ടാവും, അപ്പൊ ആ വർക്കിന് എന്തെങ്കിലും കാര്യങ്ങൾ ഫെർദർ ആയിട്ട് ആഡ് ഓൺസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മളോടായിരിക്കും പറയാം, പ്രൊജക്ട് കോർഡിനേറ്റേഴ്സിനോടായിരിക്കും പറയാം. നമ്മൾ പിന്നെ എന്ത് ചെയ്യണം, നമ്മളെ വർക്കേഴ്സ് കാര്യങ്ങളൊക്കെ, അതായത് നേരത്തെ പറഞ്ഞ ജോബിലുണ്ടോ ഡാറ്റ ടാഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെ, അവരോടൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് ഇത്തരത്തിൽ ക്ലയന്റ് ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യണം, കോൺടാക്ട് ചെയ്യണം. അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ജോബും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ യു വിൽ ഡെലിവർ ആൾ ക്ലയൻസ് റിക്വയർമെന്റ് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ദ പ്രൊജക്ട്. യു വിൽ അസിസ്റ്റ് കസ്റ്റമർ സക്സസ് മാനേജർ, അത് പറഞ്ഞ കാര്യം തന്നെ അവിടെയൊക്കെ പറയുന്നത്. യു വിൽ ഡെലിവർ ക്വാളിറ്റി ഇൻ ദ ഡാറ്റ പ്രോസസ്. യു വിൽ എൻഷുർ റിയലബിലിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ ഡാറ്റ റിപ്പോർട്ടഡ് ടു ദ ക്ലയൻസ്. ഓക്കെ, അതായത് ക്ലയൻസ് പറയുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. അതായത് ഇപ്പൊ നമുക്കിപ്പം ഒരു ഇ-കൊമേഴ്സ് സ്റ്റോറിന് വേണ്ടിയിട്ട് ഡാറ്റ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നമുക്ക് ഡാറ്റ തന്നു എന്ന് വിചാരിച്ചോ, ആ ഡാറ്റയിൽ വല്ല ആഡ് ഓൺസോ കാര്യങ്ങളോ, അതായത് അവർ ഓൾറെഡി തന്നത് ചിലപ്പോൾ ഇപ്പം ഫീമെയിൽ സെക്ഷൻ മെയിൽ സെക്ഷൻ ആയിട്ടായിരിക്കും തന്നത്. അപ്പൊ ക്ലയൻസിന് തോന്നുകയാണ് ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യണം, പിന്നെ നമ്മളെയായിരിക്കും കോൺടാക്ട് ചെയ്യുക, പ്രൊജക്ട് കോർഡിനേറ്റേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെയല്ല വർക്ക് വേണ്ടത്, എൻ്റെ വർക്കിൽ കുറച്ച് മാറ്റങ്ങൾ വേണം, അതായത്
അവരുടെ ഇപ്പം ഒരു ഗേൾസ് സെക്ഷനിൽ ചിൽഡ്രൻ സെക്ഷൻ ഉൾപ്പെടുത്തിയിട്ട് ആ ചിൽഡ്രൻ സെക്ഷനിൽ 1 to 3 years പിന്നെ ആ ഒരു ഏജ് ഗ്യാപ്പ് കൂടി കാറ്റഗറൈസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ നമ്മളോട് പറയും. നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള അതായത് ഡാറ്റ ടാഗിങ് ചെയ്യുന്ന ടീമിനെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവരോട് പറയണം ഇത്തരത്തിൽ ക്ലയന്റ് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പം ഒരുപാട് ഡാറ്റ ടാഗിങ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കോൺടാക്ട് ചെയ്തിട്ട് അവരോട് പ്രൊജക്റ്റിനെ പറ്റിയുള്ള ഫർദർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക. അത്തരത്തിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ജോബും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, നമുക്ക് സ്കിൽസ് ക്വാളിഫിക്കേഷൻ അവർ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ സ്കിൽസും കാര്യങ്ങളാണ് നമുക്ക് ഇതിന് വേണ്ടത്. എക്സ്പെർട്ടൈസ് ഇൻ യൂസിങ് ഇന്റർമീഡിയറ്റ് എക്സെൽസ്, അതായത് എക്സൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയണം. പിന്നെ എക്സ്പീരിയൻസ് ഇൻ വർക്കിംഗ് വിത്ത് ലാർജസ്റ്റ് ഡാറ്റ സെറ്റ് വിത്ത് അതായത് എക്സ്പീരിയൻസ് വേണം, നേരത്തെ പറഞ്ഞത് ഇതുകൊണ്ടാണ്. കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഡാറ്റ നമുക്ക് കറക്റ്റായിട്ട് മാനേജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയണം. പിന്നെ എ റിച്ച് പ്രെയർ വർക്ക് പ്ലേസ് എക്സ്പീരിയൻസ് ലൈക്ക് വർക്കിംഗ് ഇൻ സ്റ്റാർട്ടപ്സിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഡെലിഗൻസ് ആൻഡ് സിൻസിയറിറ്റി, പിന്നെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. എബിലിറ്റി ടു കോർഡിനേറ്റ് വിത്ത് ക്രോസ് ഫങ്ഷണൽ ടീം ടു ഗെറ്റ് വർക്ക് ഡൺ. പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഡാറ്റ ടാഗിങ് ചെയ്യുന്ന ടീമിനോടൊക്കെ നമുക്ക് നല്ല രീതിക്ക് കോൺടാക്ട് കാര്യങ്ങളൊക്കെ വേണം. പിന്നെ അഡാപ്റ്റബിൾ നാച്ചർ നേരത്തെ പറഞ്ഞത് തന്നെ. പിന്നെ അബൌട്ട് പാരലൽ ഡോക്സ് പറഞ്ഞിട്ട് അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ കാര്യങ്ങളൊക്കെയാണ് ഇതിലും ആപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ വരുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതേ സെയിം ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ആണ്. നിങ്ങൾ ഈ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, റെസ്യൂം ക്രിയേറ്റ് ചെയ്യുക. റെസ്യൂം നിങ്ങൾക്ക് ഇവിടെ ആഡ് ഓൺ ചെയ്യുക. ആ റെസ്യൂമിനനുസരിച്ചായിരിക്കും നിങ്ങളെ ആപ്ലിക്കേഷൻ അവർ വിലയിരുത്തുക. അതിനനുസരിച്ചായിരിക്കും നിങ്ങളെ ഹയർമെന്റ് പ്രൊസീജിയറും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. ജസ്റ്റ് നിങ്ങൾ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പീരിയൻസ് ഇവിടെ ആഡ് ചെയ്യാണ്ട് അതും ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക. സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ അത്രത്തോളം അതിൽ നമ്മൾ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അവരെന്ത് ചെയ്യും, നമ്മളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിലിൽ കോൺടാക്ട് ചെയ്യും. ഇമെയിലിൽ കോൺടാക്ട് ചെയ്ത് ഫർദർ ആയിട്ട് നമ്മുടെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ പ്രൊസീജിയറിനെ പറ്റി അവർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ അവർ പറയുന്ന അനുസരിച്ച് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. നല്ല രീതിക്ക് നിങ്ങൾക്ക് 20+, അതായത് 20K+ നിങ്ങൾക്ക് സാലറി കിട്ടുന്നുണ്ട്. ഓക്കെ, അതിന് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് പിന്നെ എക്സ്പീരിയൻസിനനുസരിച്ച് പിന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചൊക്കെ നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്തിട്ട് പ്രൈസ് പിന്നെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടി കിട്ടാൻ പറ്റും. അതായത് നിങ്ങളുടെ സാലറി കൂട്ടി കിട്ടാൻ പറ്റും. ഓക്കെ, അതൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പൊ ഗൈസ്, ഇത്രയൊക്കെയാണ് ഈ ഒരു 2 ജോബ് ഓപ്പർച്യൂണിറ്റിയെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ഓൺ ചെയ്ത് നോക്കുക. കാരണം ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് നിങ്ങളുടെ ജോബ് കിട്ടുന്നത്. നല്ല രീതിക്കുള്ള സാലറി നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. അപ്പം താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അത്രയൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതിന് നല്ല അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ അതുവരെയും ഇറ്റ്സ് മീ നവനീത് സൈനിങ് ഓഫ്.